ഹായ് ഫ്രണ്ട്സ്, ടെക്സാസിറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വെൽഡിങ്ങിലെ ഒരു സബ്ജക്ട് ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സബ്മേഴ്സ്ഡ് ആർക്ക് വെൽഡിംഗ്, SAW എന്ന് പറയും. ചെറിയ ടോപ്പിക്കാണ് ഇത്. ആർക്ക് വെൽഡിങ്ങിൻ്റെ അകത്ത് വരുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് സബ്മേഴ്സ്ഡ് ആർക്ക് വെൽഡിംഗ്. ഓക്കെ, പേര് പറയുന്നത് പോലെ തന്നെ സബ്മേഴ്സ്ഡ് ആർക്ക് വെൽഡിംഗ്, അതായത് എന്താണ് സബ്മർജ് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് വെൽഡിംഗ് ആണ് സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ്. ആർക്ക് വെൽഡിംഗ് തന്നെ, പക്ഷെ നമുക്ക് അതിൻ്റെ ആ ആർക്കോ സ്പാർക്കോ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ പറ്റില്ല. ഇറ്റ്സ് സബ്മർജ്ഡ്. എന്തിലാണ് സബ്മർജ് ചെയ്തിരിക്കുന്നത് അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഫ്ലെക്സിൻ്റെ അകത്ത് സബ്മർജ് ചെയ്തിരിക്കുന്നതാണ് സബ്മേഴ്സ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ. ഫ്ലെക്സിൻ്റെ അകത്ത്, അതായത് ഫ്ലെക്സ് ഇവിടെ ഗ്രാനുലാർ ഫ്യൂസിബിൾ ഫ്ലെക്സ് ആണ്. നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ കാണാം, ഗ്രാനുലാർ ആണ്, തരി പോലത്തെ ഫ്ലെക്സിന്റെ അകത്താണ് വെൽഡിംഗ് നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആർക്ക് വെൽഡിംഗ് നടക്കുന്നത് ഇതിന്റെ അകത്താണ്, സബ്മേഴ്സ്ഡ് ആയിട്ടാണ്, നമുക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, ഇൻ ദിസ് ടൈപ്പ് ഓഫ് വെൽഡിംഗ് എ ട്യൂബുലാർ ഇലക്ട്രോഡ് ഈസ് ഫെഡ് constantly to the welder region. At the same time, a layer of granular fusible flux is poured over the weld zone, which immerses the welding arc as well as defends it from atmospheric pollution. Okay, നമ്മൾ ട്യൂബുലാർ ഇലക്ട്രോഡ്, അത് വയർ ഫോമിലാകാം അല്ലെങ്കിൽ ട്യൂബ് ഫോമിലാകാം. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫെഡ് ചെയ്യുന്നു അല്ലെ. അതായത് നമ്മൾ ഒരു നോസിൽ കൂടെ ഇത് എന്ത് ചെയ്യുന്നു, കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഫെഡ് ചെയ്യുന്നു. നമ്മൾ മെറ്റൽ ആർക്ക് വെൽഡിങ്ങിലൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റന്റ് ആയിട്ട് ഇതിങ്ങനെ വെൽഡ് റീജിയനിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്രാനുലർ ഫ്യൂസിബിൾ ഫ്ലക്സ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ വെൽഡ് സോണിനെ കംപ്ലീറ്റ് ആയിട്ട് ഇമേഴ്സ് ചെയ്ത് വെൽഡിങ് ആർക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള പൊല്യൂഷൻ ഒന്നും ആ വെൽഡ് സോണിലേക്ക് വരത്തൂല. അപ്പോൾ ക്ലീൻ ആയിട്ട്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വെൽഡാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇനി ഈ ഫ്ലക്സ് എന്തൊക്കെയാണ് ഉള്ളത്? ഗ്രാനുലർ ഫ്ലക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ട്സ് ലൈം, ദെൻ സിലിക്ക, മാംഗനീസ് ഓക്സൈഡ്, കാൽഷ്യം ഫ്ലൂറൈഡ്. ഇത്രയും കോമ്പൗണ്ട്സുകളാണ് നമ്മുടെ ഗ്രാനുലർ ഫ്ലക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. Whenever the flux is melted, then it turns into conductive as well as offers a current line among the workpiece and electrode. ഇത് ആദ്യത്തെ ഇത് ഫ്ലക്സ് സ്പാർക്ക് ഉണ്ടാകുമ്പോൾ ഫ്ലക്സ് മെൽറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ കറണ്ട് കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ വെൽഡിംഗ് നടക്കുന്നുണ്ട്. സോളിഡ് ലെയർ ഓഫ് ഫ്ലക്സ് റാപ്സ് ദി മെൽറ്റഡ് മെറ്റൽ ടോട്ടലി ആൻഡ് സ്റ്റോപ്സ് ദി സ്പ്രിംഗിൾ ആൻഡ് കവേഴ്സ് ദി സ്ട്രോങ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ വേപ്പേഴ്സ് ജനറേറ്റഡ് ഡ്യൂറിംഗ് ദി പ്രൊസീജിയർ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഫ്ലക്സ് ആ സോളിഡ് ഗ്രാനുലാർ അല്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് മോൾട്ടൻ മെറ്റലിനെ കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ കവർ ചെയ്യുകയും അങ്ങനെ സ്പ്രിങ്കള്, സ്പാറ്റർ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരത്തില്ല. അതുപോലെ തന്നെ വെൽഡിംഗ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന അൾട്രാവയലറ്റ് റേഡിയേഷൻ വേപ്പേഴ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ജനറേറ്റ് ചെയ്യുന്നില്ല. എക്യുപ്മെന്റ്സ് ആൻഡ് വർക്കിംഗ്. എന്തൊക്കെയാണ് എക്യുപ്മെന്റ്സ് ആണ് ഉള്ളത്? അപ്പം നമ്മൾ ആ ഫിഗർ നോക്കിയാൽ അറിയാം. ഒരു ഫ്ലെക്സ് ഹോപ്പർ ഉണ്ട്, ഇലക്ട്രോഡ് വയർ, അതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി 2 ഡ്രൈവ് റോൾസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പവറിന് വേണ്ടി ഒരു ഡ്രൈവ് മോട്ടറും അതുപോലെ ഒരു സെർവോ കൺട്രോളും ഉണ്ട്, അതിൻ്റെ ഫീഡിങ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഫ്ലക്സ് ഹോപ്പറിലൂടെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇടുന്നത്, ഗ്രാനുലർ ഫ്ലക്സ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് വെൽഡിംഗ് ഹെഡ്. നമുക്കറിയാം വെൽഡിംഗ് ഹെഡ് ഉണ്ട്, ഫ്ലക്സ് ഹോപ്പർ, ഫ്ലക്സ്, ഇലക്ട്രോഡ് വയർ ഫീഡ് യൂണിറ്റ്, ഇലക്ട്രോഡ് ആൻഡ് ഫ്ലക്സ് റിക്കവറി യൂണിറ്റ്. അപ്പോൾ കുറേ ഫ്ലക്സ് മെൽറ്റ് ചെയ്യില്ല, അതിനെ കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കുമ്പോൾ ടോപ്പിൽ സർഫസിലുള്ളതൊന്നും ചെയ്യുന്നില്ല, മെൽറ്റ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു സ്ഥലത്ത് വെൽഡിങ് കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്നും ഫ്ലക്സ് റിക്കവർ ചെയ്തതിന് ശേഷം വീണ്ടും ഹോപ്പറിലിട്ട് അടുത്ത എവിടെയാണോ വെൽഡിങ് നടക്കുന്നത് അവിടെ ഇത് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെയാണ് ഇതിൻ്റെ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലക്സ് ഹോപ്പറിൽ ഫ്ലക്സിനെ സ്റ്റോർ ചെയ്തിരിക്കും. ഈ ഗ്രാനുലായിട്ടുള്ള ഫ്ലക്സ് സ്റ്റോർ ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നു, വെൽഡ് സോണിലേക്ക് ഡെലിവറി ചെയ്യുന്നു, വെൽഡിംഗ് ജോയിന്റിലേക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇറ്റ് കൺട്രോൾസ് ദി റേറ്റ് ഓഫ് ഡിപ്പോസിഷൻ ഓഫ് ഫ്ലക്സ് ടു ദി വെൽഡിംഗ് ജോയിന്റ്. ഫ്ലക്സ് ഹോപ്പർ ആണ് ഇത് സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിനെ കൺട്രോൾഡ് റേറ്റിൽ ഇതിനെ എന്ത് ചെയ്യുന്നത്, വെൽഡിംഗ് സോണിലേക്ക് അല്ലെങ്കിൽ വെൽഡിംഗ് പൂളിലേക്ക് ഇത് എന്ത് ചെയ്യുന്നത്, ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാനുലർ ഫ്ലക്സിൽ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് ഫെഡ് ചെയ്യുന്നത് ഗ്രാവിറ്റി തന്നെയാണ് അല്ലേ. ഫ്ലക്സ് ഹോപ്പർ ഗ്രാവിറ്റിയുടെ ഒരു ഫ്ലോ കൊണ്ട് തന്നെയാണ് ഇത് വെൽഡിംഗ് സോണിലേക്ക് ഇത് പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മെൽറ്റ് ആകുമ്പോൾ അതിൻ്റെ കറണ്ട് കണ്ടക്ട് ചെയ്യാൻ വർക്ക് പീസ് ഇലക്ട്രോഡ് അവിടെ എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്ത് അവിടെ നമുക്ക് വെൽഡ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. എ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് കവേർഡ് ബൈ കോപ്പർ
can be used by the submerged arc welding, which is a loop of bare round wire with 1.5 mm to 10 mm diameter. 1.5 mm മുതൽ 10 mm diameter ഉള്ള കൺസ്യൂമബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡ്, അത് വയർ ഫോർമാറ്റിലോ അതല്ലെങ്കിൽ ത്രെഡ് ഫോർമാറ്റിലോ, ഇതാണ് ഒരു റൗണ്ട് വയർ ഫോർമാറ്റിലായിരിക്കും ഇതെന്ത് ചെയ്യുന്നത്, ഫീഡ് ചെയ്യുന്നത്. അത് ഡ്രൈവ് മോട്ടർ വെച്ചിട്ട് എന്താണ് ഡ്രൈവ് റോൾസ് വെച്ച് അതിനെ എന്താണ് കറക്റ്റായിട്ട് അതിനെ അതായത് വെൽഡിങ് നടക്കുന്നതിനനുസരിച്ച് റേറ്റിനനുസരിച്ച് ഇതെന്ത് ചെയ്യുന്നു, ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വയർ ഫീഡർ ഉണ്ടല്ലോ, വയർ ഫീഡറിന് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ സെർവോ കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഒരു ഫിക്സഡ് സ്പീഡിലാണ് ഈ ഇലക്ട്രോഡ് റോൾ എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റന്റ്ലി ഈ ജോയിന്റിലേക്ക് നമ്മളിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി എന്താണ് സബ്മേഴ്സ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എന്താണ് ഓട്ടോമേറ്റഡ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെമി ഓട്ടോമേറ്റഡ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഓട്ടോമേറ്റഡ് വെൽഡിംഗ് ആണ് സത്യം പറഞ്ഞ് സബ്മേഴ്സ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഫീഡ് കൺട്രോളും ഇതുപോലെ ഗ്രാനുലാർ ഫ്ലക്സ് കൊടുക്കുന്നത്, ഇതെല്ലാം എന്ത് തന്നെയാണ് ഓട്ടോമേറ്റഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏതാണ്, നമ്മുടെ സബ്മേഴ്സ്ഡ് ആർക്ക് വെൽഡിംഗ് ആണ്. നമ്മൾ ആർക്ക് വെൽഡിംഗ് പറയുമ്പോൾ തന്നെ സെൽഫ് അഡ്ജസ്റ്റിംഗ് ആർക്ക് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദ ലെങ്ത് ഓഫ് ദി ആർക്ക് ഈസ് കെപ്റ്റ് സ്റ്റേബിൾ. അത് കറക്റ്റായിട്ട് സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോയാൽ പറ്റും. കാരണം നമുക്കത് കാണാൻ പറ്റില്ല, ഒരു വർക്കറിന് ഇത് കാണാൻ പറ്റില്ല. ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് ഒരു വർക്കറിന്റെ ആവശ്യമില്ല. പക്ഷെ വർക്കർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, കാരണം സബ്മേഴ്സ്ഡ് ആണ്. അപ്പോൾ സെൽഫ് അഡ്ജസ്റ്റിംഗ് ആർക്ക് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ ആർക്ക് ലെങ്ത്തിനെ സ്റ്റേബിൾ ആക്കുന്നത്. ആർക്ക് ലെങ്ത് റെഡ്യൂസ് ചെയ്യുമ്പോൾ ആർക്ക് വോൾട്ടേജ് കൂടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആർക്ക് കറണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇത് കാരണം എന്താണ് ബേൺ ഓഫ് കൂടുതലാവും. അപ്പോൾ ആർക്ക് ലെങ്ത് വിൽ ബി ഇൻക്രീസ്ഡ്. അപ്പോൾ ഇങ്ങനെ ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ആർക്ക് പ്രിൻസിപ്പിൾ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ആ ഒരു വാക്ക് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി, സെൽഫ് അഡ്ജസ്റ്റിംഗ് ആർക്ക് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, നമുക്ക് മനസ്സിലാവും. ഓട്ടോമേറ്റഡ് ആണ്, ഫീഡർ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഫ്ലെക്സ് ഹോപ്പർ വഴി ഫ്ലെക്സിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്. ഇനി അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആപ്ലിക്കേഷൻസ് ആണ് ഇതിൽ കൂടുതലും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓട്ടോമാറ്റിക്, സെമി ഓട്ടോമാറ്റിക്കും ഉണ്ട്, അതുപോലെ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് കൂടുതൽ. അപ്പോൾ ഹൈ ക്വാളിറ്റി മെറ്റൽ വെൽഡാണ് കിട്ടുന്നത്. കാരണം വേറെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻസ് ഒന്നും വരുന്നില്ല, സ്പാട്രോ അങ്ങനെ ഒന്നും. അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി മെറ്റൽ വെൽഡാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ എക്സ്ട്രീംലി ഹൈ സ്പീഡും ഹൈ ഡെപ്പോസിഷൻ റേറ്റും ആണ് ഇവിടെ ഉള്ളത്. 45 kg/h ആണ് ഇതിന്റെ ഡെപ്പോസിഷൻ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്മൂത്ത് യൂണിഫോം ഫിനിഷ്ഡ് വെൽഡാണ് കിട്ടുന്നത്. ഓട്ടോമേറ്റഡ് ആണ്. ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് തന്നെ അത് കറക്റ്റ് നമുക്ക് വേരിയേഷൻ വരില്ല. ആർക്ക് ലെങ്ത് ഒന്നും അങ്ങനെ വേരിയേഷൻ വരത്തില്ല. കറക്റ്റ് സ്മൂത്ത് യൂണിഫോം ഫിനിഷ്ഡ് വെൽഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നോ ചാൻസ് ഓഫ് വെൽഡ് സ്പ്രിങ്കിൾസ് ബിക്കോസ് ഇറ്റ് ഈസ് സബ്മേഴ്സ്ഡ് വിത്തിൻ ഫ്ലക്സ് ബ്ലാങ്കറ്റ്. ഈ ഫ്ലക്സ് ബ്ലാങ്കറ്റ് പോലെ അല്ലേ, അത് കവർ ചെയ്ത് കംപ്ലീറ്റ് സബ്മേഴ്സ്ഡ് ആയതുകൊണ്ട് വെൽഡ് സ്പ്രിങ്കിൾസ് അല്ലെങ്കിൽ സ്പാറ്റർ ഒന്നും ഉണ്ടാകുന്നില്ല. ലിറ്റിൽ ഓർ നോ സ്മോക്ക്. നോ സ്മോക്ക് തന്നെ, വെൽഡിംഗ് സ്മോക്ക് ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ നോ ആർക്ക് ഫ്ലാഷ്, ദസ് മിനിമൽ നീഡ് ഫോർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. ആർക്ക് ഫ്ലാഷ് ഇല്ല. ആർക്ക് ഫ്ലാഷ് നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെ കവർ ചെയ്തിട്ടുണ്ടാണ് ഫ്ലെക്സ് ഇരിക്കുന്നത്. അപ്പോൾ ആർക്ക് ഫ്ലാഷ് ഇല്ല. ദെൻ ഹൈ യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രോഡ് വെയർ കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ സ്പാട്രോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് വേസ്റ്റ് ആയി പോകുന്നില്ല, കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഈസി ഓട്ടോമേഷൻ ഫോർ ഹൈ ഓപ്പറേറ്റർ ഫാക്ടർ. ഞാൻ പറഞ്ഞു ഫുള്ളി ഓട്ടോമേറ്റഡ് ആക്കാൻ പറ്റും. നോർമലി നോ ഇൻവോൾവ്മെന്റ് ഓഫ് മാനിപ്പുലേറ്റീവ് സ്കിൽസ്. ഒരു ട്രെയിൻഡ് സ്കില്ലിന്റെ മറ്റു കാര്യമില്ല, കാരണം ഫുള്ളി ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് അതിന്റെ ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ യൂസ് ചെയ്യാം. എഡ്ജ് പ്രിപ്പറേഷന്റെ ആവശ്യമില്ല. ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് എല്ലാം ഇതിന് ഉണ്ട്. വേറെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് കറക്റ്റ് നമ്മൾ ലൈൻ ആയിട്ട് നമ്മൾ വെൽഡ് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ സീം വെൽഡിങ്, വെസൽ, പൈപ്പ് ഇതൊക്കെയാണ് വെൽഡ് ചെയ്യുന്നത്. അപ്പം ഇറഗുലർ ആയിട്ടുള്ള വെൽഡിങ്ങിനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ചെറിയ ഡിസഡ്വാൻറ്റേജ് മാത്രമേ ഇതുള്ളൂ. പിന്നെ ചില പർട്ടിക്കുലർ മെറ്റൽസ് ഒക്കെ വെൽഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ
സബ്മേഴ്സ്ഡ് ആർക്ക് വെൽഡിങ്ങിന്റെ വൈഡ്ലി യൂസ്ഡ് ഇൻ ഹെവി സ്റ്റീൽ പ്ലേറ്റ് ഫാബ്രിക്കേഷൻ വർക്കിനെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? മാനുഫാക്ചർ ഓഫ് വെസൽസ് ആൻഡ് ടാങ്ക്സ് ഫോർ പ്രഷർ ആൻഡ് സ്റ്റോറേജ് യൂസ്. നമ്മൾ വെൽഡ് പ്രഷർ വെസൽ, ബോയിലേഴ്സ്, ബോയിലേഴ്സിന്റെ ഒക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതർ എന്താണ് സ്ട്രക്ചറൽ ഔട്ട്ലൈൻസ്, പൈപ്പ്, എർത്ത് മൂവിങ് ടൂൾ, ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി, യൂസ്ഡ് ഇൻ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി ഫോർ സ്പ്ലൈസിങ് ആൻഡ് ഫാബ്രിക്കേറ്റിംഗ് സബ് അസംബ്ലീസ്, ലോക്കോമോട്ടീവ്സ്, റെയിൽ റോഡ്. ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ വെസലിന് ഇത് മൾട്ടി വെൽഡിങ് അല്ലെങ്കിൽ ഇതിനെ ട്വിൻ വെൽഡിങ് എന്ന് പറയും. അതായത് ഒരേ സമയം രണ്ട് സൈഡിലും വെൽഡ് ചെയ്യും. മനസ്സിലായില്ല? ഒരേ സമയം ഓട്ടോമേറ്റഡ് ആക്കിക്കൊണ്ട് വെസലിന്റെ അകത്തും പുറത്തും ഒരേ സമയം വെൽഡ് ചെയ്യാനും നമുക്ക് പറ്റും ഈ സബ്മേഴ്സ്ഡ് ആർക്ക് വെൽഡിങ്. അതുപോലെ അതിനെ ട്വിൻ വെൽഡിങ് എന്നും പറയാറുണ്ട്. ദെൻ യൂസ്ഡ് ഫോർ സർഫസിങ് ആൻഡ് ബിൽഡപ്പ് വർക്ക്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ. ഇതിനെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സബ്മേഴ്സ്ഡ് ആർക്ക് വെൽഡിങ് യൂസ് ചെയ്യുന്നുണ്ട്.